മേളിൽ നിന്ന് ഇറങ്ങി വരുന്ന ആൾക്കാർ കറക്റ്റ് വന്ന് ഈ കട്ട് ഓഫ് സ്വിച്ചിന്റെ മേളിൽ ചവിട്ടും, അല്ലെങ്കിൽ ഈ ആഡ് ബ്ലൂ ടാങ്കിന്റെ മേളിൽ ചവിട്ടും. ടയർ എങ്ങാനും പൊട്ടിയോ എല്ലാം ചെയ്ത് കഴിഞ്ഞാൽ ടയർ പൊട്ടുമ്പോൾ അറിയാമല്ലോ, ഓട്ടത്തിൽ ഈ ടയർ പൊട്ടിക്കഴിഞ്ഞാൽ ഇങ്ങനെ ചുറ്റി അടിച്ച് ഈ മഡ് ഗാർഡിനെയൊക്കെ അങ്ങ് ഡാമേജ് ആക്കും. അപ്പോൾ ഇത് മെറ്റൽ പീസ് ആണെന്നുണ്ടെങ്കിൽ ഇത് മൊത്തം വളഞ്ഞ് പിന്നെ ഇതൊന്നും ചെയ്യാൻ പറ്റത്തില്ല. നേരെ മറിച്ച് ഇതൊരു മഡ് ഫ്ലാപ്പ് ആണെങ്കിൽ. എല്ലാവർക്കും നമസ്കാരം. ഇന്നലെ നമ്മുടെ വണ്ടി ഡെലിവറി ഒക്കെ കഴിഞ്ഞു. ഇന്ന് നമ്മള് വണ്ടിയുമായിട്ട് തമിഴ്നാട്ടിലേക്ക് പോവുകയാണ്, ബോഡി വർക്ക്ഷോപ്പിലേക്ക് പോവുകയാണ്. അവിടെ പോകുന്ന വഴിയിലാണ് വണ്ടി ഇപ്പോൾ റോഡ് സൈഡിൽ നിർത്തിയിട്ടിരിക്കുകയാണ്. കാപ്പി കുടിക്കാൻ വേണ്ടിയൊക്കെ നിർത്തിയതാണ്. ഇപ്പൊ ബോഡി വർക്കും കാര്യങ്ങളും ഒക്കെ നമ്മൾ അവിടെ ചെന്നതിന് ശേഷം അതിന്റെ ഡീറ്റെയിൽസ് ഒക്കെ നോക്കിയിട്ട് എത്തുന്നതായിരിക്കും. ബോഡിയൊക്കെ വർക്ക് ചെയ്ത് വരാൻ ഏകദേശം 1 മാസം സമയം എടുക്കുമെന്ന് തോന്നുന്നു. അപ്പൊ ഇയാളെ ഇനിയിപ്പോ 1 മാസത്തേക്ക് നമ്മൾ ബോഡി വർക്ക്ഷോപ്പിലേക്ക് കൊണ്ടുവന്ന് ഏൽപ്പിക്കുകയാണ്. അങ്ങനെ നമ്മുടെ ബോഡി വർക്ക്ഷോപ്പിൽ എത്തിയിരിക്കുകയാണ്. കണ്ട, ഇതാണ് ബോഡി വർക്ക്ഷോപ്പ്. അതിൻ്റെ ഒരു പാർക്കിംഗ് ഏരിയ. ഇതൊക്കെ ബോഡി വർക്കിനായിട്ട് വന്ന വണ്ടികളാണ്, ബാക്കിൽ കിടപ്പുണ്ട്. നമുക്ക് നമ്മുടെ വണ്ടിക്കകത്ത് അവരെന്തെല്ലാം സാധനങ്ങൾ തന്നിട്ടുണ്ടെന്നുള്ളതൊന്ന് പരിശോധിച്ച് നോക്കാം. നമ്മളിതിൻ്റെ ബോക്സ് ഒന്നും തുറന്നു നോക്കിയിട്ടില്ലായിരുന്നു. വരുന്നത് ഒരു ബാഗുണ്ട്. ആ ബാഗിനകത്ത് ഒരു സ്പാനറുണ്ട്. 27, 24 നമ്പറിൽ സ്പാനറുണ്ട്. ചെറിയ അഡ്ജസ്റ്റബിൾ വരുന്നുണ്ട്. പിന്നെ ഒരു സ്ക്രൂ ഡ്രൈവർ സെറ്റ് വരുന്നുണ്ട്. പിന്നെ നമ്മുടെ വീൽ സ്പാനർ വരുന്നുണ്ട്. ഇത്രയും സാധനങ്ങളാണ് ഇതിനകത്ത് വരുന്നുള്ളൂ. ജാക്കി അങ്ങനെയുള്ള സാധനങ്ങളൊന്നും ഇല്ല. ജാക്കി ലിവർ ഒക്കെ നമ്മൾ ആവശ്യാനുസരിച്ച് അത് പർച്ചേസ് ചെയ്യേണ്ടതായിട്ടിരിക്കുകയാണ്. നേരത്തെ വന്ന വണ്ടിയിൽ അതൊന്നും ഇല്ലായിരുന്നു, നമ്മളത് പർച്ചേസ് ചെയ്യുക ചെയ്തത്. അപ്പോൾ ഈ സാധനങ്ങളൊക്കെ ഇതിനുള്ളിലിരിക്കട്ടെ. സെൻസറും കുറച്ച് സാധനങ്ങളൊക്കെ അവിടെ ഇരിക്കട്ടെ. ഈ ഡോറുണ്ടല്ലോ, ഡോറല്ല, ഇത് ഡോറും ബെർത്തും കൂടിയാണ്. ഇവന് ഒറ്റയടിക്ക് ഇങ്ങനെ പൊക്കി പിടിച്ചോണ്ട് നിൽക്കുക, അതൊക്കെ വലിയ ബുദ്ധിമുട്ടുള്ളൊരു പരിപാടിയാണ്. ഇവന് എന്ത് ചെയ്യണമെന്നറിയോ, ഇവന് 3 പാർട്ടീഷൻ ചെയ്യാനുള്ളൊരു പരിപാടിയാണ്, 3 പീസാക്കാനുള്ള പരിപാടിയാണ്. അപ്പം ഈ ഡ്രോയിൽ നമുക്ക് എന്തെങ്കിലും സാധനം വെച്ചിട്ട് എടുക്കണമെങ്കിൽ ആ സെൻറ്റർ പോർഷൻ മാത്രം പൊക്കിയാൽ മതി. അവിടെ എന്തെങ്കിലും സാധനം വെച്ചിട്ട് എടുക്കണമെങ്കിൽ ആ സൈഡ് പൊക്കിയാൽ മതി. ഈ സൈഡിൽ നിന്ന് എടുക്കണമെങ്കിൽ ഈ സൈഡ് പൊക്കിയാൽ മതി. ഇതിപ്പം ഈ 3 എണ്ണത്തിനും കൂടെ നമ്മളിപ്പോൾ ഇതിൻ്റെ മുകളിൽ കിടക്കുകയാണെങ്കിൽ ബെഡ്ഷീറ്റും പില്ലോയും പിന്നെ നമ്മുടെ ബാഗും ഇതെല്ലാം പറക്കി ഇതിനകത്ത് വെച്ചിട്ടുണ്ടാവും. ഇതിൻ്റെ മേളിൽ അതെല്ലാം മാറ്റിയിട്ട് വേണം ഇത് പൊക്കാൻ. അപ്പോൾ അതുകൊണ്ട് ഇത് 3 പീസാക്കണം. അത് പറഞ്ഞിട്ട് വേണം പോകാൻ. 3 പീസാക്കുമ്പോൾ ഇവിടെയൊക്കെ സെപ്പറേറ്റ് ഇഞ്ചസൊക്കെ കൊടുക്കേണ്ടതായിട്ട് വരും. അതൊക്കെ അവരുടെ പണിയാണ്, അവരുടെ തലച്ചോറ് പോലെ ഇരിക്കും. ഏത് രീതിയിൽ വൃത്തിയായിട്ട് ചെയ്ത് തരണമെന്നുള്ളത്. ഇതിനകത്ത് ഒരു സൈസ് ഈ ഡാഷ്ബോർഡൊക്കെ പോളിഷ് ചെയ്യുന്ന പോളിഷ് തേച്ചിട്ട് തെന്നി കളിക്കുക. ഈ സ്റ്റിയറിങ്ങിലൊന്നും പിടിക്കാനേ പറ്റുന്നില്ല. സ്റ്റിയറിങ് ഭയങ്കര തെന്നല്, സ്ലിപ്പാവുക കയ്യിൽ. ഇവിടെ ടാറ്റ കിടപ്പുണ്ട്, ഭാരത് ബെൻസ് കിടപ്പുണ്ട്, അശോക് ലൈലാൻഡ് കിടപ്പുണ്ട്. എല്ലാത്തിൻ്റെയും ബോഡി വർക്ക് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നു. പലതും പല പർപ്പസിന് വേണ്ടിയിട്ടുള്ളതാണ്, പല ഉപയോഗത്തിനുള്ള വണ്ടികളായതുകൊണ്ട് കസ്റ്റമേഴ്സിൻ്റെ താല്പര്യാർത്ഥം പല രീതിയിലുള്ള വ്യത്യാസങ്ങൾ അവർ ഇതിൻ്റെ പണിക്കകത്ത് വരുത്തുന്നുണ്ട്. ഒരേ പാറ്റേണിലൊന്നുമല്ല പണി, പല പാറ്റേണിലാണ് പണിയുന്നത്. ഇതിപ്പം ഇവിടെ ഒരു മാർക്കറ്റ് പർപ്പസിന് വേണ്ടിയിട്ട് പണിഞ്ഞുകൊണ്ടിരിക്കുന്ന വണ്ടിയാണിത്. അപ്പോൾ അതിൻ്റെ പണിത്തരങ്ങളൊക്കെ നമ്മൾ നോക്കി ആ രീതി, ടൂൾ ബോക്സ് പണിയേണ്ട രീതിയൊക്കെ കണ്ട് മനസ്സിലാക്കി നമുക്ക് ഇതുപോലുള്ള ടൂൾ ബോക്സ് തന്നെ മതി. വരുത്തേണ്ട വ്യത്യാസങ്ങളൊക്കെ പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. പിന്നെ ഈ സ്റ്റെപ്പിനിയുടെ ഭാഗത്ത് ഒരു ഗാർഡ് പണിയാൻ പറഞ്ഞിട്ടുണ്ട്. പിന്നെ ഇവിടെ ഒരു ചെറിയ ഒരു ഏണി വരും, ഒരു സ്റ്റെപ്പ് നമുക്ക് കയറി നിന്ന് കെട്ടാൻ, കയറ് കെട്ടുന്നതിനും വലിക്കുന്നതിനും ഒക്കെ ഒരു സഹായമായിട്ടുള്ളൊരു സാധനമാണ്. പിന്നെ ഈ ബാക്ക് സൈഡിലത്തെ ഈ ഗ്രില്ലും സംഭവമൊക്കെ ഇത് കസ്റ്റമേഴ്സിൻ്റെ താല്പര്യാർത്ഥം അവർ വ്യത്യാസപ്പെടുത്തിയാണ്. ഇങ്ങനെയൊന്നും അല്ല ഇവിടെ പണിയുന്നത്, സാധാ രീതിയിലും പണിയുന്നുണ്ട്. പിന്നെ ഇതും അവരുടെ ഒരു മോഡലാണ്. ഇത് കാണാൻ കുറച്ച് ചന്തമുള്ള ഒരു വർക്കാണ്. ഇതിന് എക്സ്ട്രാ ചാർജാണ്, അഡീഷണൽ ചാർജ് വരും. അവരുടെ കൊട്ടേഷനിലുള്ള അതല്ല, എക്സ്ട്രാ ചാർജ് വരും. കിച്ചൺ ബോക്സ് ഇങ്ങനെയാണ് വരുന്നത്. കിച്ചൺ ബോക്സിനകത്ത് നല്ല വലിപ്പമുണ്ട്, അതായത് ഒരാൾക്ക് കയറി കിടക്കത്തക്ക രീതിയിലുള്ള വലിപ്പമുള്ള കിച്ചൺ ബോക്സാണ്. നമുക്ക് 2 പാർട്ടീഷനായിട്ട് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. ഈ സൈഡിൽ ഗ്യാസ് സിലിണ്ടർ മറിഞ്ഞു വീഴാത്ത രീതിയിൽ വെക്കാൻ ഒരു റാക്കും,
പിന്നെ ഇവിടെ ഈ ഇത് രണ്ടായിട്ട് തട്ട് പോലെ പണിയാൻ പറഞ്ഞിട്ടുണ്ട്. മേളിലും താഴെയും നമുക്ക് സാധനം വെക്കത്തക്ക രീതിയിൽ. ഈ ഡോറ് ഇങ്ങനെ നൂത്ത് വെച്ചാൽ നമുക്ക് പാചകം ചെയ്യത്തക്ക രീതിയിൽ ചങ്ങല വെക്കാൻ പറഞ്ഞിട്ടുണ്ട്. ഇതുപോലുള്ള സ്ട്രോങ് ആയിട്ടുള്ള ചെയിന് ഇതിൽ ഫിറ്റ് ചെയ്ത് തരണമെന്നും പറഞ്ഞിട്ടുണ്ട്. പിന്നെ നമ്മൾ നേരത്തെ പണിഞ്ഞ വണ്ടിക്ക് ഈ മഡ് ഗാർഡായിട്ട് തന്നെ, സ്റ്റീലിൻ്റെ മഡ് ഗാർഡായിട്ട് തന്നെയാണ് ഇവിടെ പണിഞ്ഞ് വന്നിട്ടുള്ളത്. പക്ഷേ ഇത് മഡ് ഫ്ലാപ്പാണ്. മാറ്റ് എന്താണ് പണിഞ്ഞിരിക്കുന്നതെന്ന് ചോദിച്ചപ്പോൾ അയാൾ പറഞ്ഞത് ഒരുപാട് വണ്ടിക്കാർ ഇവിടെ വന്നിട്ട്, അതായത് നേരത്തെ മഡ് ഗാർഡായിട്ട് പണിഞ്ഞ് വെച്ചിരുന്ന വണ്ടികളിൽ ഈ മാറ്റാക്കിയിട്ട് പോകുന്നവരുണ്ട്. കാരണം ഇൻ കേസ് ടയറെങ്ങാനും പൊട്ടിയോ വല്ലതും ചെയ്ത് കഴിഞ്ഞാൽ, ഈ ടയർ പൊട്ടുമ്പോൾ അറിയാമല്ലോ, ഓട്ടത്തിൽ ഈ ടയർ പൊട്ടിക്കഴിഞ്ഞാൽ ഇങ്ങനെ ചുറ്റി അടിച്ച് ഈ മഡ് ഗാർഡിനെയൊക്കെ അങ്ങ് ഡാമേജ് ആക്കും. അപ്പോൾ ഇത് മെറ്റൽ പീസ് ആണെന്നുണ്ടെങ്കിൽ ഇത് മൊത്തം വളഞ്ഞ് പിന്നെ ഇതൊന്നും ചെയ്യാൻ പറ്റത്തില്ല. നേരെ മറിച്ച് ഇതൊരു മഡ് ഫ്ലാപ്പാണെങ്കിൽ ഇത് ഇതങ്ങനെ ചുറ്റി മടങ്ങി പോയാലും വീണ്ടും അത് നിവർത്തി വെച്ച് വീണ്ടും ഉപയോഗിക്കാൻ പറ്റും. അപ്പോൾ അതൊരു നല്ലൊരു കാര്യമാണ്. ടയറുകളെല്ലാം മാറ്റി കമ്പനി ടയർ അപ്പോളോ ആണ് വരുന്നത്. ഇതിപ്പോൾ അവരും കൊണ്ടുപോയി ബ്രിക്സ്റ്റോൺ ആക്കിയിരിക്കുകയാണ്. പിന്നെ ഇതിന് എക്സ്ട്രാ കിളിവാതിൽ ഒക്കെ പണിഞ്ഞിട്ടുണ്ട്. നമുക്ക് ആദ്യത്തെ വണ്ടിക്ക് കിളിവാതിൽ ഉണ്ടായിരുന്നു, ഇപ്പോൾ പണിയുന്നതിന് വേണ്ടാന്ന് വെച്ചിരിക്കുകയാണ്. അതുകൊണ്ട് കിളിവാതിലിൻ്റെ ആവശ്യമില്ല. ചില സമയത്ത് ചില സ്ഥലങ്ങളിൽ ചെന്ന് നമുക്ക് ലോഡ് ഇറക്കുന്നവർക്ക് ഇച്ചിരി സൗകര്യമാണ്. ചിലപ്പോൾ ഒരേ പൊസിഷനിൽ ഇട്ട് തന്നെ നമുക്ക് ലോഡ് ഇറക്കാനൊക്കെ സഹായകരമാണ്. എങ്കിലും പക്ഷേ വേറൊരു കാര്യമുണ്ട്, നമ്മുടെ ബോഡിയുടെ പിന്നെ സ്ട്രെങ്തിനെ അത് ബാധിക്കാൻ ചാൻസ് ഉണ്ട്. ഈ കിളിവാതിൽ വരുമ്പോൾ ഈ ഭാഗത്ത് പൈപ്പ് പോലുള്ള സാധനങ്ങളൊക്കെ നമ്മൾ ലോഡ് ചെയ്യുമ്പോൾ ഇവിടുന്ന് ഇങ്ങനെ ഇങ്ങോട്ട് തള്ളൽ വരാനും ഇവിടം മുതൽ ഇവിടം വരെയും ബെൻഡ് വരാനും ചാൻസ് കൂടുതലാണ്. അതുകൊണ്ട് നമ്മൾ അത് വേണ്ട എന്ന് വെക്കുകയാണ്. പക്ഷേ ഇവിടുത്തെ വർക്ക് കണ്ടിട്ട് നല്ല സ്ട്രോങ് ആയിട്ടാണ്, ഹെവി സി ചാനലൊക്കെ കൊടുത്തിട്ടാണ് കിളിവാതിലിൻ്റെ ഭാഗം പ്രത്യേകം ബലപ്പിച്ചിട്ടൊക്കെയാണ് അവർ ഈ കിളിവാതിൽ പണിഞ്ഞിരിക്കുന്നത്. പിന്നെ ഡീസൽ ടാങ്കിൻ്റെ ഭാഗത്തേക്ക് വരികയാണെങ്കിൽ ഡീസൽ ടാങ്കിന് ഒരു കവറിങ് കൊടുത്തിട്ടുണ്ട്. ആ കവറിങ് സാധാരണ വരുന്ന വണ്ടിക്ക് പുറത്തുനിന്ന് പൂട്ടിട്ടിട്ട് നമ്മൾ സാധാ പൂട്ടുണ്ടല്ലോ, ആ പൂട്ടിട്ട് പൂട്ടുന്ന രീതിയിലാണ് കണ്ടിട്ടുള്ളത്. പക്ഷേ ഇത് നമ്മുടെ ഈ കതകിൻ്റെയൊക്കെ ചാവി ഇട്ടിട്ട് പൂട്ടുന്നത് പോലെ അകത്താണ് പൂട്ട് സെറ്റ് ചെയ്തിരിക്കുന്നത്. കൊള്ളാം, ഈ വർക്ക് കണ്ടിട്ട് അത്യാവശ്യം നല്ലതാണെന്നാണ് തോന്നുന്നത്. പിന്നെ ഇവിടെ വേറൊരു കാര്യം കൂടെ ചെയ്തിട്ടുണ്ട്, നമ്മുടെ വണ്ടിക്ക് ഇല്ലാത്ത ഒരു കാര്യമാണ്, മറ്റു വണ്ടികൾക്കൊന്നും കണ്ടിട്ടില്ലാത്തൊരു കാര്യമാണ്. ഈ ആർട്ട് ബ്ലൂ ടാങ്കിനും ഈ കട്ട് ഓഫ് സ്വിച്ചിനും ഈ ഹൈഡ്രോളിക്കിൻ്റെ ഇതിനൊക്കെ ഒരു സേഫ്റ്റി ഗാർഡായിട്ട് ഇവിടെ ഒരു സംഭവം പണിഞ്ഞു വെച്ചിട്ടുണ്ട്. അത് മാത്രമല്ല, ഇതുവഴി വേണമെങ്കിൽ ചവിട്ടി കയറുകയും ചെയ്യാം. ഇത് പണിയുന്നത് കൊണ്ടുള്ള പ്രയോജനം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പിന്നെ സ്റ്റെപ്പ് ഇവിടം വരെ ഉള്ളൂ. ഇതില്ലെങ്കിൽ ആൾക്കാർ മേളിൽ നിന്ന് ഇറങ്ങി വരുന്ന ആൾക്കാർ കറക്റ്റ് വന്ന് ഈ കട്ട് ഓഫ് സ്വിച്ചിൻ്റെ മേളിൽ ചവിട്ടും, അല്ലെങ്കിൽ ഈ ആർട്ട് ബ്ലൂ ടാങ്കിൻ്റെ മേളിൽ ചവിട്ടും. ഇതൊക്കെ വളരെ വിലപിടിപ്പുള്ള സാധനങ്ങളാണ്, ഇതൊക്കെ നശിച്ചു പോകാൻ ചാൻസ് ഉണ്ട്. അപ്പം ഇത് നല്ലൊരു പണിയാണ്. ഇത് ഞാൻ ഉദ്ദേശിച്ച പണിയാണ്, പക്ഷേ അവർ നമ്മൾ പറയുന്നതിനേക്കാൾ മുന്നേ അവരിവിടെ ചെയ്ത് കൊടുക്കാൻ തുടങ്ങിയിട്ടുണ്ട്.